കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ മന്ത്രിമാർ വിദേശയാത്രയുടെ തിരക്കിലാണ്. ആദ്യം മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും കുടുംബവും വിദേശ രാജ്യത്ത് വിനോദസഞ്ചാരം കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. പിന്നീട് ഗതാഗത മന്ത്രിയും കുടുംബവും ഇന്തോനേഷ്യ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ എക്സൈസ് മന്ത്രി എം.പി. രാജേഷും കുടുംബവും ഫ്രാൻസ്, ബെൽജിയം, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനായി യാത്ര തിരിച്ചിരിക്കുകയാണ്. മന്ത്രി എം.പി. രാജേഷിനോടൊപ്പം വിദേശയാത്രയ്ക്ക് തയ്യാറെടുത്തിരുന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. അനാരോഗ്യമാണ് കാരണം. ഹൃദ്രോഗത്തിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമത്തിലാണ് ബാലഗോപാൽ. ഈ മാസം 24-ന് ഓഫീസിലെത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് വിശ്രമ ദിവസങ്ങൾ നീട്ടുകയായിരുന്നു. 45 ദിവസത്തെ മുഴുവൻ സമയ വിശ്രമമാണ് ഡോക്ടർമാർ ബാലഗോപാലിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെയാണ് ഇദ്ദേഹത്തിന് വിദേശയാത്ര റദ്ദാക്കേണ്ടി വന്നത്. മന്ത്രിസഭാംഗങ്ങൾക്ക് വിദേശയാത്ര ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഇതിനുവേണ്ടി മുഖ്യമന്ത്രിയോടൊപ്പം മറ്റ് മന്ത്രിമാരും വിദേശയാത്രയ്ക്കുള്ള അനുമതി തേടിയിരുന്നു. എം.പി. രാജേഷിനും കെ.എൻ. ബാലഗോപാലിനും ഒരേ സമയം തന്നെ അനുമതി ലഭിക്കുകയും ചെയ്തു. മന്ത്രിസഭയിലെയും CPM സംസ്ഥാന നേതൃത്വത്തിലെയും അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും കുടുംബത്തോടൊപ്പം നടത്താനിരുന്ന യാത്രയാണ് ബാലഗോപാലിന് സുഖമില്ലാതായതോടെ മുടങ്ങിയത്. കേന്ദ്രത്തിന്റെ യാത്രാനുമതി ലഭിച്ച എം.പി. രാജേഷ് ഇന്ന് യാത്ര പുറപ്പെട്ടു. ഫ്രാൻസ്, ബെൽജിയം, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ മന്ത്രിയും കുടുംബവും സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് യാത്ര. സ്വകാര്യ സന്ദർശനമായതിനാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല യാത്രയെന്ന് ഓഫീസ് അറിയിച്ചു. മദ്യനയം മാറ്റാൻ സർക്കാരിന് പിരിവ് നൽകണമെന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് വിവാദമായിരുന്നു. ശബ്ദ സന്ദേശത്തിനു പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി DGPക്ക് കത്ത് നൽകിയിരുന്നു. വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും.